ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ഒരു അടിപൊളി ചിക്കൻ കറി, നാടൻ ചിക്കൻ കറിയാട്ടോ. ഇത് പഴയ കാലത്തുള്ള അമ്മച്ചിമാരൊക്കെ ചെയ്തിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഞാൻ അങ്ങനെ പഠിച്ചതാണേ. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണയിൽ ഉള്ളി വഴറ്റിയോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തോ എടുക്കുന്നൊരു പ്രകൃതമൊന്നുമില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത്. അന്ന് എൻ്റെ ഒക്കെ വലിയമ്മച്ചിമാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നതാണ്. അവർ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് സവാള ഈ ചിക്കൻ കഴുകി എടുത്ത് വച്ചിരിക്കുന്നതിനകത്തേക്ക് അരിഞ്ഞിടുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇടുവോ അരിഞ്ഞിടുവോ എന്ത് വേണേലും ചെയ്യാം. പച്ചമുളക് കൂടെ ഇടരുത്. ഉടനെ തന്നെ നമ്മൾ അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ പാലെടുത്ത് തലപ്പാൽ മാറ്റി വെച്ച് രണ്ടാമത്തെ സെക്കൻഡ് പാൽ ഒഴിച്ച് വേവിക്കണം. അങ്ങനെ വേവിക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വെന്ത് വറ്റി തുടങ്ങി. ഇനിയിപ്പം ആദ്യം മാറ്റി വെച്ച തലപ്പാൽ ഒഴിച്ച് നമ്മളെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുമ്പം സിമ്മിലേക്ക് തീയിടണം. തീയിട്ടതിന് ശേഷം പാൽ നമ്മൾ പതിയെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തലപ്പാലാണ്, ഒരു ഗ്ലാസ് തലപ്പാൽ. ഇനി നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചേക്കണ്ട. ഇനി ഇത് എണ്ണ തിരിഞ്ഞിപ്പോൾ തന്നെ വരും. അപ്പോഴിത് ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി, അധികം എണ്ണ ചിലവില്ലാത്തൊരു കറി. അതായത് മസാലകളൊന്നും അധികം ചേർത്തിട്ടില്ല. അല്പം ഇതിൻ്റെ ചേരുവ എന്ന് പറയുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് 2-3 വെളുത്തുള്ളിയും 2-3 ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണവും കൂടെ അരിഞ്ഞ് വഴറ്റിയെടുക്കണം അല്പം വെളിച്ചെണ്ണയിൽ. ഒരു തക്കാളി, അതിനുശേഷം കരയാമ്പൂം അങ്ങനെയുള്ള നമ്മുടെ മസാലക്കൂട്ടിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് അരച്ച് ഇതിനകത്ത് ചേർത്ത് വയ്ക്കണം. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഓവറായിട്ടുള്ള കുത്തോ മസാലകളുടെ വേറെ ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്, ശരീരത്തിന് നല്ലതായിരിക്കും.